സാക്ഷരതയിലൂടെ ലോകത്തിന് മാതൃകയായ കേരളം അനൗപചാരിക വിദ്യാഭ്യാസ രംഗത്ത് വലിയൊരു കുതിച്ചുചാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം നഗരസഭയും സംസ്ഥാന സാക്ഷരതാ മിഷനും സംയുക്തമായി നടപ്പിലാക്കുന്ന അക്ഷരശ്രീ തുടർ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ 7000-ഓളം വരുന്ന മുതിർന്ന പഠിതാക്കൾക്ക് വിദ്യാഭ്യാസം സൗജന്യമായി ഒരുക്കാൻ സാധിച്ചിട്ടുണ്ട്. പഠനാവസരം ലഭിച്ചിട്ടില്ലാത്തവരും വിദ്യാഭ്യാസം മുടങ്ങിപ്പോയവരുമായ മുതിർന്നവരെ 17 വയസ്സ് മുതൽ ഏതാണ്ട് 90 വയസ്സ് വരെയുള്ള മുതിർന്നവരെ കണ്ടെത്തി അവരെ സൗജന്യമായി 4-ാം തരം, 7-ാം തരം, 10-ാം തരം, ഹയർ സെക്കൻഡറി തലം വരെ വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് അവരെയും കൂടി സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കുക എന്നതാണ് അക്ഷരശ്രീ തുടർ വിദ്യാഭ്യാസ പദ്ധതിയുടെ ലക്ഷ്യം. നമ്മളിപ്പോൾ ഏതാണ്ട് 4-ാം ഘട്ടമാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ തുടർ വിദ്യാഭ്യാസത്തിന് പദ്ധതി തുക വകയിരുത്തുന്നത് തിരുവനന്തപുരം നഗരസഭ തന്നെയാണ്. തുല്യതാ വിദ്യാഭ്യാസം കഴിഞ്ഞ് അവർക്ക് ഡിഗ്രി പഠനത്തിനു കൂടി ഇപ്പോൾ അവസരം ലഭിച്ചിരിക്കുകയാണ്. അതായത് സാക്ഷരതാ മിഷൻ്റെ തുല്യതാ പഠിതാക്കൾക്കും ഹയർ സെക്കൻഡറി തലം പാസ്സായ തുല്യതാ പഠിതാക്കൾക്കും മറ്റ് തുടർന്ന് പഠിക്കാൻ ഡിഗ്രി പൂർത്തിയാക്കാതെ തുടർന്ന് പഠിക്കാൻ അവസരം സംസ്ഥാന സാക്ഷരതാ മിഷനും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് സൗകര്യം ഇപ്പോൾ ഒരുക്കിയിരിക്കുകയാണ്. ഇപ്പോൾ സാക്ഷരതാ മിഷനിലൂടെ രജിസ്റ്റർ ചെയ്യുന്ന ഡിഗ്രി പഠിതാക്കൾക്ക് സാക്ഷരതാ മിഷൻ പിന്തുണാ സംവിധാനം ഏർപ്പെടുത്തുന്നതാണ്. ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയിൽ 350-ഓളം പഠിതാക്കൾക്ക് സൗജന്യമായി, അതായത് അവരുടെ കോഴ്സ് ഫീസ് സൗജന്യമായി നൽകിക്കൊണ്ട് 350 പഠിതാക്കളെ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അവരുടെ രജിസ്ട്രേഷൻ ഏതാണ്ട് ഒക്ടോബർ 15 പൂർത്തിയായിരിക്കുകയാണ്. അവർക്കുള്ള അഡ്മിറ്റ് കാർഡ് വിതരണമാണ് ഇന്നിവിടെ നടത്തിയിരിക്കുന്നത്.